നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമുക്കറിയാം, നമ്മൾ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും പീഡാസനവും ക്രൂശുമരണവും അനുസ്മരിക്കുകയും അതിൽ ഭാഗവാക്കാവുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന അനുഗ്രഹകരമായ നല്ല ദിവസമാണ്. ലോകമെങ്ങുമുള്ള സകല ക്രിസ്ത്യാനികളും ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയും അനുസ്മരിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യും. ദുഃഖവെള്ളിയാഴ്ച എന്ന് നാം പറയുന്ന ഈ ദിവസം ശരിക്കും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത്. നമുക്കിത് ദുഃഖവെള്ളിയാഴ്ച എന്നാൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുഡ് ഫ്രൈഡേ ആകുന്നത് എങ്ങനെയെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒരല്പം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച എങ്ങനെ നമുക്ക് നല്ല വെള്ളിയാഴ്ചയാക്കി മാറ്റാം? അപ്പോസ്തലനായ പൗലോസാണ് അതിന് ഉത്തരം നൽകുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ക്രിസ്തുവും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവോ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം, റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ യേശു ക്രിസ്തു നാം ഓരോരുത്തരും പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അത് ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹം, മനുഷ്യജാതിയോടുള്ള സ്നേഹം, ഓരോ മനുഷ്യനോടുമുള്ള സ്നേഹം, വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും ലോകത്തുള്ള സകല മാനവജാതിയോടും, ആദാം മുതൽ ഇനി ഉണ്ടാകുവാനുള്ള തലമുറ സകല ജനങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നതാണ് എന്ത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം. നമുക്കറിയാം, നമ്മളൊക്കെ ഈ പ്രദർശിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ല. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് ഇഷ്ടംപോലെ പരസ്യ ബോർഡുകളുണ്ട്, മലബാർ അല്ലെങ്കിൽ ഓരോന്നും പ്രദർശിപ്പിക്കുകയാണ്. അവർക്കൊരു സാധനം കൊടുക്കാറുണ്ട്, അതിനെക്കുറിച്ച് പ്രദർശിപ്പിക്കുക. ഇവിടെ ഇതാ ദൈവം തന്റെ പുത്രനെ ലോകത്തിന് ബലിയായി തന്ന് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഇതാ അത് കടന്നു വരുന്നു എന്നുള്ള പ്രദർശനം, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം, ആ ഒരു സത്യം, അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും നാം ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ഇത് റോമാലേഖനം വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇതാ വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ വേണ്ടി ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇത് രഹസ്യമായിട്ടല്ല നിർത്തിയിരിക്കുന്നത്, പിന്നെയോ പരസ്യമായി ഓരോ മനുഷ്യനും, ഏത് പാപിക്കും, ഏത് ബലഹീനനും, ഏത് രോഗിക്കും, ഏത് തകർക്കപ്പെട്ടവനും, ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഹിന്ദുവിന് മാത്രമല്ല, മുസ്ലിമിന് മാത്രമല്ല, ലോകത്തിൽ ഉണ്ടായിട്ടുള്ള സകല മനുഷ്യർക്കും രക്ഷയ്ക്കായിട്ടുള്ള ദൈവിക പദ്ധതി അത് തന്റെ പുത്രന്റെ ക്രൂശുമരണമാണ്. ക്രൂശിൽ യേശുക്രിസ്തുവിനെ നാം കാണുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പിതാവായ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരോടുമുള്ള സ്നേഹമാണ്. ദൈവസന്നിധിയിൽ നാം തള്ളപ്പെട്ടവരും പുറംപറമ്പിൽ എറിയപ്പെട്ടവരും അല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ നാം വിലയേറിയവരാണ്. എനിക്ക് നീ വിലയേറിയവരും മാന്യനുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും വിലയേറിയവരാണ്. ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് തന്റെ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകുവാൻ തക്കവണ്ണം അത്രയധികമായി ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കും,
സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നതെന്നാൽ അതിനേക്കാളെല്ലാം അധികമായി, അതിനേക്കാളെല്ലാം ഉപരിയായി ഇതാ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, ദൈവത്തിന് ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ മക്കള് നമ്മളൊക്കെ യേശുക്രിസ്തുവിനാണ് ദൈവത്തിന്റെ മക്കൾ. എന്നാൽ ദൈവത്തിനുള്ള ഒരേ ഒരു മകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശ് മരണത്തിനും ഇല്ലായ്മ തകർക്കുവാൻ ദൈവത്തിന് മനസ്സായത് എന്തിനു വേണ്ടി? ദൈവം എന്നെയും നിന്നെയും അത്രയധികമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ സ്നേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ബൈബിൾ ആദ്യോടെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ തന്നെ ജനത്തോടുള്ള സ്നേഹം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെയൊക്കെ കണ്ണ് നിറയേണ്ടതാണ്. ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താ? നമ്മുടെ മക്കളൊക്കെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മക്കളെ ആരെങ്കിലും നമ്മൾ ഇതുപോലെ എന്തിനെങ്കിലും കൊടുക്കുമോ? ഇല്ല, കാരണം അവര് നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ ഇതാ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നുകൊണ്ടാണ്. മനുഷ്യന്റെ പാപങ്ങളും മനുഷ്യന്റെ രോഗങ്ങളും മനുഷ്യന്റെ വേദനകളും മനുഷ്യന്റെ ദുഃഖങ്ങളും മനുഷ്യന്റെ നിസ്സഹായതകളും മനുഷ്യന്റെ കഷ്ടതകളും മനുഷ്യന്റെ കണ്ണുനീരുകളും ഇതെല്ലാം ഇതാ യേശുക്രിസ്തുവിൽ നമുക്ക് സമർപ്പിക്കാം. അവിടെ നമുക്കൊരു പരിഹാരമുണ്ട്, ക്രൂശിൽ നമുക്കൊരു പരിഹാരമുണ്ട്. ക്രൂശിലേക്ക് നോക്കുമ്പോൾ നാം കർത്താവിന്റെ ക്രൂശ് മരണത്തെയാണ് കാണുന്നത്. നമ്മൾ ഇനിയുള്ള ശുശ്രൂഷ ശ്രീബ ആരാധനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ? അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന്, ബാക്കി പറ, അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്നുള്ള ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ആ കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്നുള്ള ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു. യേശുക്രിസ്തുവിലേക്ക് നോക്കും, ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ആ ശ്രീബായിലേക്ക് നോക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ പീഡാസനത്തെ കാണുകയാണ്. ആ ക്രിസ്തുവിന്റെ പീഡാസനത്തെ കാണുമ്പോൾ നാം അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെ കാണി യാതൊരു വിലയും നമ്മൾ കൊടുക്കാതെ സൗജന്യമായി ദൈവം നമുക്ക് തരികയാണ്. ഈ ലോകത്ത് എന്ത് നമ്മൾ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന് വില കൊടുക്കണം, അല്ലേ? എവിടെയെങ്കിലും പരസ്യ ബോർഡ് കണ്ട് ആ കടലിൽ ചെന്ന് നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. എന്നാൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി തന്നത് സൗജന്യമായിട്ടാണ്. അതുകൊണ്ടാണ് രക്ഷ സാർവത്രികവും സൗജന്യവുമാണ്. അത് ആർക്കും, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും ദൈവം സമീപസ്ഥനാണ്. അവനാർക്കും അവനാരെയും മാറ്റി നിർത്തുകയില്ലേ? എല്ലാവരും ഹൃദയപൂർവ്വം തന്നെ വിളിക്കുന്ന എല്ലാവർക്കും അവൻ സമീപസ്ഥനാണ്. ഹൃദയ നൊമ്പരത്തോടെ വേദനയോടെ നാം ദൈവത്തെ വിളിക്കുമെങ്കിൽ ഇതാ അവൻ നമ്മുടെ സമീപത്തേക്ക്, നമ്മുടെ ചാരത്തേക്ക് ഇറങ്ങി വരും. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നമ്മുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഇതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ പറയുന്നു: സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്, നമ്മുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ടാണ്, നമ്മുടെ കണ്ണുനീരുകൾ ഏറ്റെടുത്തുകൊണ്ടാണ്. നീ ദുഃഖിക്കേണ്ട, നീ പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ലോകത്തേക്ക് നോക്ക്, ഇന്ന് മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് സ്വസ്ഥതയില്ല. യുദ്ധങ്ങൾ, യുദ്ധസ്മൃതികൾ എവിടെയും ലോകം മുഴുവൻ നമ്മൾ കാണുകയാണ്. നമ്മൾ ഓരോ ദിവസത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുകയാണ്. ഇനി എന്ത് സംഭവിക്കും, ഇനി എന്ത് ചെയ്യും? ജീവിതത്തിൽ പലതിനെയും ഓർത്ത് പലപ്പോഴും എപ്പോഴും ദുഃഖിക്കുന്നവരും ഉത്കണ്ഠപ്പെടുന്നവരും ഭാരപ്പെടുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇതാ ഇവിടെ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിലേക്ക്
നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ, അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ. എന്താണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? ലോകം ചോദിക്കണ ഒരു ക്രിസ്ത്യാനിയെ കണ്ടുകൊണ്ട് എന്താണ് നിന്റെ പ്രത്യാശ? നിന്റെ മുഖത്തിന്റെ തെളിച്ചത്തിന്റെ കാരണം എന്താണ്? നമുക്ക് പറയാനൊന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു രക്ഷകനുണ്ട്. അവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ തകർച്ചകളും എൻ്റെ കഷ്ടതകളും ഏറ്റെടുത്തുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ അവസാനത്തോടെ രക്തം വരെ അവൻ എനിക്ക് തന്നു. ആ രക്തത്താൽ അവൻ എന്നെ കഴുകി. അവന്റെ ശരീരം എനിക്ക് ഭക്ഷണമായി, അവന്റെ രക്തം എനിക്ക് കുടിക്കുവാൻ തന്നു എന്ന് ഉറച്ച ബോധ്യം, ഉറച്ച വിശ്വാസം, അതായിരിക്കണം ഒരു ക്രിസ്ത്യാനി മുന്നോട്ട് നയിക്കേണ്ടത്. അതല്ലാതെ ഈ ലോകത്തിന്റെ സമ്പത്തോ, ഈ ലോകത്തിന്റെ പണമോ, ഈ ലോകത്തിന്റെ പ്രതാപമോ ഇതൊന്നും അല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, ഒരു വിശ്വാസിയുടെ, ഒരു പ്രത്യാശയുള്ള ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയ, അല്ലെങ്കിൽ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയ ഈ ഒരു വലിയ സ്നേഹ പദ്ധതി അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ക്രൂശിൽ നമുക്ക് സൗഖ്യമുണ്ട്, ക്രൂശിൽ നമുക്ക് സമാധാനമുണ്ട്, ക്രൂശിൽ നമുക്ക് പ്രത്യാശയുണ്ട്. ഞാൻ പറയട്ടെ, ക്രൂശിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ക്രൂശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ക്രൂശ് ഒരു ക്രോസ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ ഇതാ ഒരു റീകൺസിലേഷൻ, ഒരു നിരപ്പാവൽ അവിടെ സംഭവിക്കുകയാണ്. ക്രൂശിന്റെ മുകൾ ഭാഗം സ്വർഗവും ക്രൂശിന്റെ താഴ്ഭാഗം ഭൂമിയും, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള നിരപ്പാവൽ അത് യേശുക്രിസ്തുവിൽ സംഭവിച്ചു. ഇനി ക്രൂശിന്റെ രണ്ടു വശത്തേക്ക് നോക്കുമ്പോൾ സഹോദരൻ, ഒരു വശത്ത് നിന്റെ സഹോദരൻ, ഒരു മറുവശത്ത് നിന്റെ സഹോദരൻ, സഹോദരനും തമ്മിലുള്ള റീകൺസിലേഷൻ, ഒരു നിരപ്പാവൽ. ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നിരപ്പാവലാണ്, ഒരു റീകൺസിലേഷനാണ്. നമ്മുടെ ജീവിതത്തില് ഏറ്റവും അത്യാവശ്യം. എത്രയോ പേരോട് നമുക്ക് നിരപ്പാവാനുണ്ട്, എത്രയോ പേരോട് നമ്മുടെ ജീവിതത്തില് നമുക്ക് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, കണ്ടാൽ മിണ്ടാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തിയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലില്ലേ? നിരപ്പാവുക. ദൈവം നമ്മളെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിലൂടെ മനുഷ്യജാതിയോട് ദൈവം നിരപ്പായെങ്കിൽ, ഈ ക്രൂശിലൂടെ മനുഷ്യനും തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിൽ നിരപ്പാവുന്ന ആ ഒരു മധ്യ പോയിന്റ് അത് യേശുക്രിസ്തുവിനാണ്. ക്രൂശിൽ യേശുക്രിസ്തുവിൽ നമുക്ക് സ്വർഗവുമായിട്ട് നിരപ്പാവും. ഈ നിരപ്പാവൽ സംഭവിച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ക്രൂശ്, റീകൺസിലേഷൻ, നിരപ്പാവല്. എന്താ നിരപ്പാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരപ്പാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരോട്, നിന്റെ സഹോദരനോട് നിരപ്പാവും. കർത്താവ് പറഞ്ഞു, നീ ബലി അർപ്പിക്കാൻ ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ നീ ആദ്യം നിന്റെ സഹോദരന് നിന്നോട് വല്ലതുമുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ ബലി അവിടെ വെക്കുക, അവിടെ കൂട്ടിയിട്ട് നീ അവിടെ വെക്കുക. എന്നിട്ട് നീ ചെന്ന് നിന്റെ സഹോദരന് നിരപ്പാവുക. നാം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇന്നൊരു ദുഃഖവെള്ളിയാഴ്ച, ഇന്നൊരു ക്രിസ്ത്യാനി പ്രത്യാശയുടെ ദിവസം, ഇന്ന് നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി മരിച്ച ദിവസം. ഇതാ നമുക്ക് മറ്റുള്ളവരോട് ഏതെങ്കിലും നിരപ്പാവാനുണ്ടോ? എപ്പോഴും വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെയാ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരിക്കലും ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിനകത്ത് അതിന്റെ 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആ നാളിൽ ഇതാ പീലാത്തോസും ഹേരോദാവും തമ്മിൽ സുഹൃത്തുക്കളായി. അതൊരു സംഭവമാണ് കേട്ടോ, ഇൻസിഡന്റ് ആണ് ലൂക്കോസിന്റെ സുവിശേഷം. ആ നാളിൽ ഹേരോദാവും പീലാത്തോസും തമ്മിൽ സുഹൃത്തുക്കളായി. ഏത് നാളിലാണ്, ഏത് ദിവസമാണ്? ഇതുപോലെ വെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച ആ സംഭവം ഞാൻ പറയാം. പീലാത്തോസ് നമുക്കറിയാം, യേശുവിനെ വിധിക്കുകയാണ്, ന്യായം വിധിക്കാനായിട്ട് കൊണ്ടുവന്നു. പീലാത്തോസ് വിധിച്ചു, നീ എന്താണ് കുറ്റം ചെയ്തത്, അതായത് ഇതൊക്കെ പറഞ്ഞു. അപ്പോ ഈ ജനം പറഞ്ഞു, അതായത് ഇവൻ ഗലീലയും അവിടെയൊക്കെ അവന്റെ സുവിശേഷം പ്രചരിപ്പിച്ച് ഇവിടെ ഞങ്ങളുടെ ജനത്തെ നശിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ഗലീല എന്ന് കേട്ടപ്പോൾ, ഓഹോ
എന്നാ അവിടുത്തെ അധികാരി ഇപ്പോൾ ഹേരോദ അവന്റെ അടുത്തേക്ക് വിടും. യേശുവിനെ നേരെ ഹേരോദാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹേരോദാവിന്റെ അടുത്ത് ഹേരോദാവ് യേശുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരിക്കും. വലിയ അത്ഭുതമൊക്കെ കാണാം, ഇവൻ എന്തെങ്കിലുമൊക്കെ അത്ഭുതം ചെയ്യും, ഇപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏർപ്പിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ യേശു ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്ത്. ഹേരോദാവ് ദേഷ്യമായി ഇവനെ വീണ്ടും പീലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചു. വീണ്ടും പീലാത്തോസിനെ അയച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അങ്ങോട്ട് അവരും വീണ്ടും തമ്മിൽ ഒരു എന്താ പറയുന്നത് ഒരു സമ്പർക്കം വന്നപ്പോൾ അവരുടെ ശത്രുത, അതിനു മുമ്പ് അവർ ശത്രുക്കളായിരുന്നു, അവരുടെ ശത്രുത മാറി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സംഭവം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഹേരോദാവും പീലാത്തോസും ഭയങ്കര ശത്രുതയിലായിരുന്നു. എന്നാൽ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം അവര് പരസ്പരം സ്നേഹിതരായി തീർന്നു. നമുക്ക് അതുപോലെ ഒന്ന് പറ്റും. നിങ്ങൾ തമ്മിൽ വെറുപ്പുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് നോക്കി ഇത് തന്നെയാണ് വെറുപ്പും വിദ്വേഷം ഇതൊക്കെ തന്നെ. ഓസ്ട്രേലിയയിലുള്ളവരെല്ലാം നല്ല ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് കുളമോങ്ങിലുള്ളവർ. എന്നാൽ വിഷപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈഗോ എന്ന് മാറ്റിവെക്ക്, നമ്മുടെ വെറുപ്പൊന്ന് മാറ്റിവെക്ക്, മറ്റുള്ളവരെ കഴിഞ്ഞ് ഞാൻ ഇച്ചിരി എന്തോ സംഭവമാണെന്നുള്ള ആ ഭാവം ഒന്ന് മാറ്റിവെക്ക്. ഇതൊക്കെ മാറ്റിവെച്ച് ഒരു റീകൺസിലേഷൻ, ഒരു നിരപ്പാവൽ. നമ്മൾ വാതേതന്മീന ശുശ്രൂഷ ഇവിടെ നടത്തിയില്ല, ഞങ്ങളുടെയൊക്കെ പള്ളിയിലുണ്ട് വാതേതന്മൂല കഷായവാഴ്ചയുടെ ആദ്യത്തെ ദിവസം നിരപ്പാവലിന്റെ ശുശ്രൂഷ. അത് നിരപ്പാവുക, എന്ത് ആരും നിരപ്പാവട്ടെ, ആദ്യം ദൈവത്തോട് നിരപ്പാവുക. നീ നിന്നോട് തന്നെ നിരപ്പാവുക, നിന്റെ മറ്റുള്ളവരോട്, ബന്ധുക്കളോട്, നിന്റെ സഹോദരങ്ങളോട്, ശത്രുക്കളോട്, എല്ലാവരോടും നിരപ്പാവുക. എത്ര നാൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ വിചാരിച്ച് കെട്ടിപ്പൊക്കി വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചോ നല്ല സംഭവമായിട്ട് ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവർ. ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുക. അവിടെ ഓസ്ട്രേലിയ ഇപ്പൊ തന്നെ പെട്രോൾ ഇല്ലാന്ന നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ചു, ഇതൊക്കെ എത്ര നാൾ നിൽക്കുന്ന ആര് കണ്ടു? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് നിരപ്പാവും. ഇന്ന് തന്നെ, ഇന്ന് വെള്ളിയാഴ്ച ആരോടെങ്കിലും ഒരു കുശുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈഗോ ക്ലാഷ് ഏറ്റവും കുഴപ്പമുള്ള ഭാര്യ ഭർത്താവ് തമ്മിൽ ഈഗോ ക്ലാഷ്, ആ കുടുംബത്തിൽ പ്രശ്നം, അവിടെ വിഭാഗീയത, അവിടെ പ്രശ്നം, മക്കളാ കഷ്ടപ്പെടുന്നത്. അതൊക്കെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുക. ഇവിടെയൊക്കെ നീ നിന്റെ കുടുംബം ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുക, ക്രൂശിലേക്ക് നോക്കുക. ആ ക്രൂശിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങും. വേദനിക്കുന്നവൻ ക്രൂശിലേക്ക് നോക്കുക, കരയുന്നവൻ ക്രൂശിലേക്ക് നോക്കുക, ദുഃഖിക്കുന്നവൻ ക്രൂശിലേക്ക് നോക്കുക. വേറൊരു വഴി നിനക്കില്ല പ്രിയപ്പെട്ടവരെ. അവിടെ നിനക്ക് ആശ്വാസമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ ചൊരിയപ്പെടുന്നത് ക്രൂശിൽ നിന്നാണ്. ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുക, എന്റെ സമയത്തിലാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രൂശിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുന്നു. ഈ സ്നേഹമാണ് മനുഷ്യന് മാറ്റം ഉണ്ടാകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്രയൊക്കെ വേഷം കിട്ടിയാലും നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് നിന്റെ മനസ്സ് തരുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് അത് വേണേ, എനിക്ക് ഇത് വേണേ, എനിക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റുന്ന നാട്ടിലുള്ളവരുമാണ്. അങ്ങനെ നൂറുകൂട്ടം കണ്ടിരുന്നു പ്രാർത്ഥിക്കുന്നാൽ ഒന്നേ വേണ്ടു. മരിയ നല്ല അംശം തിരഞ്ഞെടുക്കുന്നത് ഒന്നേ വേണ്ടു. നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, വേണ്ട, ഒന്നേ വേണ്ടു. നീ നിന്റെ ദൈവത്തെ സ്വന്തമാക്കുക, അവനെ നിന്റെ ചങ്കിലേക്ക് സ്വീകരിക്കുക. ഇതാ പ്രിയപ്പെട്ടവരെ, അവൻ വിളർക്കപ്പെട്ട മാറുമായി ആ രക്തം മാറി നലിക്കുന്ന രീതിയിൽ അവന്റെ മുറിവിനെ നൽകുന്ന രക്തത്തിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, നിന്റെ ഹൃദയം ഇന്ന് അവന് സമർപ്പിക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തിലേക്ക് സത്യമായി അവൻ കടന്നു വരും. അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അവൻ നിന്നെയും നീ അവനെയും വസിക്കുന്ന മനോഹരമായ ഒരു അനുഭവം. ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ പിടികൂടിയാൽ നീ ഒരു പുതിയ മനുഷ്യനാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ. യേശുക്രിസ്തു വിശ്വസിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആവോളം അവന്റെ മുറികളിലൂടെ നിന്നിലേക്ക് ഒഴുകുകയാണ്. ആ സുഗന്ധം മോറോനിലൂടെ നമ്മുടെ പിതാക്കന്മാർ, നമുക്കറിയാം മോറോനിലെ സുഗന്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? മോറോൻ തൈലം ഉണ്ടാക്കിയത് പെട്ടെന്ന് കൂടെ പറയട്ടെ. പത്രോസും ശിഷ്യന്മാരും കൂടെ യേശുക്രിസ്തുവിനെ പൊതിഞ്ഞു കെട്ടിയിരുന്ന കച്ചയിൽ നിന്നെടുത്ത ആ രക്തവും ആ സുഗന്ധം മോറോനും കുന്തിരിക്കും ഒക്കെ പത്രോസ് എടുത്തുകൊണ്ട് പോയി അതിനെ തൈലക്കൂട്ടുകാരന്റെ വിധി ഉണ്ടാക്കിയെടുത്ത മോറോൻ തൈലം, അത് സുഗന്ധ തൈലമാണ്. അതാണ് ഇന്ന് നമ്മളെയൊക്കെ പൂശുന്നത്. ഇവിടെ മോറോൻ ഉണ്ടാവും എല്ലാ പള്ളിയിലും. അതിൽ നിന്നുള്ള പിന്തുടർച്ച പകർന്നു നാളെ ഓർത്തഡോക്സ് ആരെ കുറ്റപ്പെടുത്തുവാനായിട്ട് അവൻ മുറ
ഉണ്ടാക്കിയായിരുന്നു കേട്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ മുറോനിലെ സുഗന്ധം പോലെ ക്രിസ്തുവിന്റെ സ്നേഹം ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാ എന്റെ മണവാളന്റെ ആ സ്നേഹം ആ ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ എന്റെ പ്രിയന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുമ്പോൾ ഞാൻ അവനെങ്കിലും വസിക്കുന്ന മനോഹരമായ ഒരു അനുഭവം വരും. അത് അനുഭവിച്ചേ മതിയാവത്തുള്ളൂ. പഞ്ചസാര കാണിച്ചുകൊണ്ട് ഇതിനും അതിനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നാൽ ഈ പഞ്ചസാര ഒരു തുള്ളി വായിൽ കഴിക്കുമ്പോൾ അതിന്റെ സ്നേഹം അല്ല, അതിന്റെ മാധുര്യം എത്ര മനോഹരമാണ് എന്നതുപോലെ ക്രിസ്തു സ്നേഹമാണെന്ന് വെറുതെ എഴുതി വെച്ചത് വായിച്ചതുകൊണ്ട് കാര്യം, ദൈവം സ്നേഹം തന്നെ എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ ആവോളം നുകരുവാൻ ഈ ദുഃഖം ഇടയായി തീരട്ടെ. നീ ഒരു പുതിയ സൃഷ്ടിയായി, ഞാനും നിങ്ങളും പുതിയ സൃഷ്ടിയായി മാറട്ടെ. സ്നേഹത്തിന്റെ അനുഭവം, അതാണ് ഒരു ക്രിസ്ത്യാനി മാറ്റം. അവന്റെ അടയാളം, ക്രിസ്ത്യാനിയുടെ അടയാളം സ്നേഹമായി. ഈ സ്നേഹത്തിൽ എന്നെയും നിന്നെയും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ക്രിസ്തുവിന്റെ മുറികളിൽ ഒഴുകുന്ന തിരുരക്തത്തിൽ ആ മുറോന്റെ സുഗന്ധത്തിൽ കുളിച്ച് എന്ന് വെള്ളിയാഴ്ച ഭവനങ്ങളിലേക്ക് പോകുവാൻ ദൈവം എന്നെയും നിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിട്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്ന ദൈവനാമം അതോടൊക്കെ എനിക്ക് ഈ അവസരം തന്ന എത്ര ബഹുമാനപ്പെട്ട അച്ഛനോട് പുള്ളിയുടെ ഭാരവാഹികളോട് ഉള്ള നന്ദിയും സ്നേഹങ്ങളുടെ പണം അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവനാമം വീണ്ടും ബഹുമാനപ്പെട്ട ഡോക്ടർ പാവങ്ങളോടുള്ള സ്നേഹവും നന്ദിയും ഇടവകയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. ഇനിയും വളരെയിടങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും അദ്ദേഹത്തെ പ്രാർത്ഥിക്കും.